സ്ഥാനാർത്ഥികളും മുന്നണികളും നിശബ്ദ പ്രചാരണത്തിലാണ്. വീടുകൾ കയറി വോട്ടുകൾ ഉറപ്പിക്കുന്ന തിരക്കിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. ഞാനിപ്പോൾ ഉള്ളത് തിരൂർ മുനിസിപ്പാലിറ്റി 34-ാം ഡിവിഷനിലാണ്. ഇവിടെ ഉള്ള LDF സ്ഥാനാർത്ഥി ഒരു പ്രമുഖനാണ്. ഈ LDFിൻ്റെ പ്രധാന ഒരു മുഖം കൂടിയാണ്. ഇവിടെ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഗഫൂർ പി ലില്ലീസ്. അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എത്രത്തോളമുണ്ട് പ്രതീക്ഷ ഒരു സാധാ ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു? എത്രത്തോളമുണ്ട് പ്രതീക്ഷ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നല്ല 100% വിജയം സുനിശ്ചിതമായിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെ ജനങ്ങളെല്ലാം വലിയ പിന്തുണ ഇടതുപക്ഷത്തിന് നൽകുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 5 വർഷക്കാലത്തെ മുനിസിപ്പാലിറ്റിയുടെ ദുർഭരണത്തിനെതിരായിക്കൊണ്ട്, അഴിമതിക്കെതിരായിക്കൊണ്ട്, അരാജകത്വത്തിനെതിരായിക്കൊണ്ടൊക്കെയുള്ള വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തിലെ ഗവൺമെൻറ് എല്ലാ മേഖലയിലുള്ള സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടാത്ത ഒരു ജനവിഭാഗവും കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളും ചെല്ലുമ്പോഴും വലിയ രൂപത്തിലുള്ള സ്വീകാര്യതയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലയിലും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും എനിക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എനിക്ക്. അവസാനഘട്ടമാണ്, നിശബ്ദ പ്രചാരണമാണ്. ഈ വീടുകൾ അവസാനഘട്ടം വോട്ടുറപ്പിക്കുമ്പോൾ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? വലിയ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. എല്ലാവരും ഇരു കൈ നീട്ടിക്കൊണ്ട് അവരുടെ മകനെ പോലെ, അവരുടെ സഹോദരനെ പോലെ, അനിയനെ പോലെ, ജ്യേഷ്ഠനെ പോലെ എല്ലാം നല്ല സ്വീകാര്യത ചെറുപ്പക്കാരുടെ ഇടയിലും പ്രായമായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്നെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിജയത്തെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള സംശയവും എനിക്കില്ല. ഈ മുനിസിപ്പൽ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമോ? തീർച്ചയായും മുനിസിപ്പൽ ഭരണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യവും അനുകൂലമായിട്ടാണുള്ളത്. അത്രമാത്രം അഴിമതിയും അരാജകത്വമാണ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് തിരൂരിൽ സംഭവിച്ചിട്ടുള്ളത്. അത് ഏത് മേഖല എടുത്ത് പരിശോധിച്ചാൽ, ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട് മാത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 224 പോയിൻ്റ് പറഞ്ഞിട്ടുള്ളതിൽ 124 പോയിൻ്റ് മുനിസിപ്പാലിറ്റിയുടെ ദൂർത്തിനെ സംബന്ധിച്ചും അഴിമതിയെ സംബന്ധിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയാതെ പിൻവലിച്ചു എന്നുള്ള. ഇതാരാണ് പിൻവലിച്ചത് എന്നുള്ളത് വലിയ അന്വേഷണത്തിന് വിധേയമാക്കണം. റിംഗ് കമ്പോസ്റ്റ് എന്നുള്ള സാധനം വിതരണം ചെയ്തതിനകത്ത് 40 ലക്ഷം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് അസന്നിഗ്ധമായിട്ടാണ് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് വലിയ അന്വേഷണം നടത്തണം എന്നുള്ളത്, വിജിലൻസ് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട 10-35 ലക്ഷം രൂപ ലാപ്സാക്കി കളഞ്ഞിട്ടുള്ള മുനിസിപ്പാലിറ്റിയുടെ പേരാണ് തിരൂർ മുനിസിപ്പാലിറ്റി. പട്ടികജാതിക്കാരും പട്ടികവർഗ്ഗക്കാരുമായിട്ടുള്ള സമൂഹത്തിൻ്റെ താഴെ കിടയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട 68.5 ലക്ഷം രൂപ ചെലവഴിക്കാതെ കളഞ്ഞിട്ടുള്ള മുനിസിപ്പാലിറ്റിയാണ്. ഏതെങ്കിലും മേഖലയിൽ ഇവർ പുരോഗതി ഉണ്ടാക്കിയെന്ന് ഇവർ പറയട്ടെ. ഏത് മേഖലയിലാണ് ഇവർക്ക് പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞത്? 3 സെൻറ്റിലും 4 സെൻറ്റിലും വീടുണ്ടാക്കിയിട്ടുള്ള ഒട്ടനവധി പാവപ്പെട്ട മനുഷ്യർ തിരൂരിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്. ഈ വാർഡിലടക്കമുണ്ട്. അവർക്കൊന്നും നമ്പർ കൊടുത്തിട്ടില്ല. കൈക്കൂലി കൊടുക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ പാവപ്പെട്ടവർക്ക് വീടിന് നമ്പർ ഇട്ട് കൊടുത്തിട്ടില്ല. എന്നാലോ സമ്പന്നരായിട്ടുള്ള ആളുകളുടെ വലിയ വലിയ കെട്ടിടങ്ങൾ, തിരൂരിനകത്ത് മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ സ്ഥാപനങ്ങളിലെ കെട്ടിടങ്ങൾക്കകത്ത് ഒരു തരത്തിലുള്ള ബിൽഡിംഗ് റൂൾസും പാലിക്കാതെയാണ് നമ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളത്, പെർമിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം വലിയ രൂപത്തിലുള്ള അന്വേഷണത്തിന് വിധേയമാക്കണം. താങ്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം UDFിനെ ഒരു നെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് താങ്കൾ കാഴ്ചവെച്ചതാണ്. പക്ഷേ ഈ ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുള്ള ഒരു ഇതെന്തായിരുന്നു? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകനാണ്. പാർട്ടി പറയുന്ന ചുമതലകൾ ഏത് കാലത്തും ഞാൻ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി എന്നോട് 2 തവണ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പറഞ്ഞു. ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് മത്സരിച്ചു. NRI കമ്മീഷനിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. ആ ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കേരള പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ പറഞ്ഞു. അതിനകത്തും ഞാൻ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി എന്നോട് പറയുന്നു തിരൂർ മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കണം, അതിന് താങ്കൾ കൂടി പങ്കാളിത്തം വഹിക്കേണ്ടതുണ്ട്, എന്നോട് മത്സരിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ ചെയർമാൻ മുഖമായിട്ട് LDF ഉയർത്തി കാണിക്കും അങ്ങനെ പറയാൻ കഴിയില്ല. ഞങ്ങളുടെ 40 സ്ഥാനാർത്ഥികളും അങ്ങനെ മുഖമായിട്ടൊന്നും ഉയർത്തി കാണിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ സംവിധാനത്തിനകത്തില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ 40 ആളുകളും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള 2-3 പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ആളുകളുണ്ട്, LLB കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ട്, നല്ല ടീച്ചേഴ്സായിട്ടുള്ള ആളുകളുണ്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ട്, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് അനുഭവ സമ്പത്തുള്ള ചെറുപ്പക്കാരുണ്ട്. ഇവരെല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള നല്ലൊരു പാനലാണ് ഇടതുപക്ഷത്തിൻ്റെ. അതിൽ നിന്ന് ഈ 40 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്നും മെച്ചമാണ്. ആർക്കും ചെയർമാൻ സ്ഥാനത്തേക്ക് വരാൻ കഴിയും. തിരിച്ചു പിടിക്കാൻ കഴിയുന്നുള്ള ഒരു ആത്മവിശ്വാസം 100%. ഇവരുടെ ദുർഭരണത്തിനെതിരായിക്കൊണ്ട്, അരാജകത്വത്തിനെതിരായി 5 വർഷക്കാലം ഇവിടുത്തെ ചില കരാറുകാരുടെ നേതൃത്വത്തിൽ, എല്ലാ കരാറുകാരുമല്ല, ചില കരാറുകാർ, പയ്യനങ്ങാടി മേഖലയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില കരാറുകാർ, അവരായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ ദുർഭരണത്തിന് നേതൃത്വം നൽകി. അവരാണ് ഇവിടെ പണം സമ്പാദിച്ചിട്ടുള്ളത്. ആ പണമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി മുസ്ലിം ലീഗ് നേതൃത്വം വിനിയോഗിക്കുന്നത്. ഈ കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ തെരഞ്ഞെടുപ്പിന് നേടുന്നത്. ഇതിനെതിരായിട്ട് വലിയ പ്രതിഷേധമുണ്ട്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വീട് വീടാന്തരം അതെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെതായിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റി തിരൂരിൽ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഏതായാലും ഒരു തരത്തിലുള്ള സംശയവുമില്ല.
അത് തന്നെയാണ് ഗഫൂർ പി ലില്ലീസ് പറയുന്നത്. ഏതായാലും ഇടതുപക്ഷം ഈ തിരൂർ മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ്. അവസാനവട്ട വോട്ട് ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗഫൂർ പി ലില്ലീസ്. യൂനുസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.